എത്ര ധൃതി പിടിച്ചാൽ എവിടേക്കാണ് പോകണമെന്നല്ല. ഇന്നിപ്പോൾ ഒരു ഓഫർ കേട്ടിട്ട് ഓടിപ്പോണതാണ്. ഓഫർ കേട്ടിട്ട് കുറച്ച് ദിവസമൊക്കെ ആയിട്ടുണ്ട്. മോൻ അവിടെ ജോലി ചെയ്യുന്ന കാരണം അവിടുത്തെ വിശേഷങ്ങളൊക്കെ അപ്പം അപ്ഡേറ്റാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോണത് ഹൈലൈറ്റ് മാളിലാണ്. ഒരു 2-3 ദിവസം ലുലുവിൽ ഭയങ്കര ഓഫറുണ്ട് എന്ന് പറഞ്ഞ് ഓടിപ്പടഞ്ഞ് വന്നതാണ്. 9-ാം തീയതിയാണ് ഓഫർ സ്റ്റാർട്ട് ചെയ്യണത്. 9, 10, 11, 12 ഞായറാഴ്ച വരെ. അങ്ങനെ ഒരു 4 ദിവസമാണ് ഉള്ളത്. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ പോന്നു. കാരണം തിരക്കുണ്ടാവില്ല, ശനി ഞായറും അങ്ങോട്ട് നോക്കണ്ട. അപ്പോൾ ഇന്നൊക്കെ കുറച്ച് തിരക്ക് കുറയായിരിക്കും എന്ന് വിചാരിച്ച് വന്നതാണ്. വിചാരമൊക്കെ തെറ്റി. അവിടെ ചെന്നപ്പോൾ സൂചി കുത്താൻ പഴുതില്ല. ഇതിപ്പോൾ പുറത്ത് നിൽക്കണ ആൾക്കാരാട്ടാ, ലുലുവിൻ്റെ പുറത്ത് നിൽക്കണതാണ്. അകത്ത് കയറി കഴിഞ്ഞാൽ സൂചി കുത്താൻ നിവർത്തിയില്ല. എന്നാലും ഈ വണ്ടി ഉരുട്ടി നടക്കണ്ടേ, അതൊരു വൻ ടാസ്ക് തന്നെയായിരുന്നു. അകത്ത് കയറിയാൽ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. ആ വിഷമം കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അതിൻ്റെ അകത്ത് എല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ട്. കുറേ യൂട്യൂബേഴ്സ് വന്നിട്ടുണ്ട്, അവരും വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പം എനിക്കെടുത്താൽ എന്താ പ്രശ്നം എന്നുള്ളൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ വന്ന് ഞാൻ വീഡിയോ പതുക്കെ എടുക്കാനായിട്ട് നോക്കി. ഇനി വല്ലവരും വന്ന് ചീത്ത പറയുമോ എന്നുള്ളൊരു ഭയത്തോടു കൂടി തന്നെയാണ് ഞാൻ വീഡിയോ എടുത്തത്. പക്ഷെ ആരും വന്ന് സ്റ്റാഫൊക്കെ കണ്ടു, ആരും ഒന്നും പറഞ്ഞില്ല. അപ്പം ഇച്ചിരി ധൈര്യമായിട്ട് അങ്ങോട്ട് മുന്നോട്ട് തന്നെ. അങ്ങനെ ഞാൻ സാധനങ്ങളൊക്കെ പറക്കിക്കൂട്ടാനായിട്ട് തുടങ്ങി. പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ഉപദേശം കേട്ടിട്ടാണ് ഇറങ്ങി നോക്കണത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും, നമുക്കെല്ലാതും ആവശ്യമുള്ളതാണ്. പക്ഷെ അത്യാവശ്യത്തിനുള്ളത് മാത്രം വാങ്ങിക്കുമെന്ന്. അപ്പം ഈ ഒരു ഡയലോഗ് മറന്നു പോകാൻ പാടില്ലല്ലോ. മറന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ആക്രാന്തത്തിൽ എന്തെങ്കിലും എടുക്കില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൈസയ്ക്ക് അനുസരിച്ച് നമ്മൾ എടുക്കുള്ളൂ. എന്നാൽ എവിടെയെങ്കിലും ഇത് വേണ്ട അത് എന്നുള്ള തോന്നൽ വന്നാലോ. അങ്ങനെ മനസ്സിനൊക്കെ ഒരു കടിഞ്ഞാണിട്ട് സാധനങ്ങൾ വീട്ടിലേക്ക് ആവശ്യമുള്ളത് തന്നെയാട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളോ വാങ്ങിയെന്നുള്ളത് ഞാൻ വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാൻ അവിടെ വെച്ചിട്ട് അവരുടേതായ സാധനങ്ങളൊന്നും അധികം ഇന്ന ഓഫർ എന്ന് പറഞ്ഞിട്ടുള്ളതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. എനിക്കൊരു പേടിയുണ്ട്, ചീത്ത കേട്ടാലോ എന്നുള്ളൊരു പേടിയോട് കൂടിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കണ്ടായിരുന്നത്. അടുത്ത ലക്ഷ്യം ഇത് പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. മുന്നിലാണെങ്കിൽ ആൾക്കാർ നീങ്ങൂല്ല. നമുക്കിതിനിട്ട് ഇത് ഓടിക്കാൻ അറിയണ്ട. കാണുമ്പോൾ നമ്മൾ വിചാരിക്കുക അങ്ങോട്ട് തള്ളിയാൽ മതി എന്നുള്ളത്. പക്ഷെ അത്യാവശ്യം എൻ്റെ കയ്യിൽ വെയിറ്റ് ഉണ്ടായിരുന്നു. ഞാൻ എല്ലാതും 5 കിലോൻ്റെയാണ് എടുത്ത് നോക്കണത്. ഞാനും മോളാണ് കൂടെ ഉണ്ടായിരുന്നത്. മോൻ നേരെ ജോലി സ്ഥലത്തേക്ക് അവൻ കയറി. അവന് അതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ 2 പേര് തന്നെയാണ് ഉണ്ടായിരുന്നുള്ളൂ. ഒരു കണക്കിന് ഇത് തള്ളി ഇനി ഒരു ഓട്ടോറിക്ഷ വിളിക്കണം. അപ്പോഴാട്ടാ ഞാൻ ആലോചിച്ചത്, രേൺഷണ്ണോ പൃഥ്വിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സഹായമാണ്. ഞങ്ങൾ 2 ആവുമ്പോൾ അങ്ങനെ പുറത്ത് പോയി കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു പരിചയക്കുറവൊക്കെയാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലായത്. തപ്പലും തടയിലും ഞാനങ്ങനെ അധികം സാധനങ്ങൾ മേടിക്കാനൊന്നും പോവാറില്ല. എല്ലാതും രേൺഷണ്ണും പൃഥ്വി തന്നെയാണ് ചെയ്യുക. ഞങ്ങൾ 2 പേരും അകത്ത് ചടഞ്ഞുകൂടി ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതേനോ ഞാൻ വാങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഈ ഐറ്റംസുകൾ. ഞാൻ കാണിച്ചു തരാം ഓരോന്നായിട്ട്. ഇതൊരു ഹൽവ, അത് പൊട്ടിക്കലും കഴിക്കലൊക്കെ കഴിഞ്ഞു. എള്ളിൻ്റെ ഹൽവ. പിന്നെ ഇതൊരു കേക്കാണ്. ഇതൊക്കെ മക്കൾ പറഞ്ഞിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. പിന്നെ പീനട്ട് ബട്ടർ. ഇതൊക്കെ നല്ല ഓഫറിൽ കിട്ടിയിട്ടാ. ഞാനിവിടെ സാധനങ്ങളൊക്കെ നിരത്തി വയ്ക്കുമ്പോൾ 2 പേരുടെ വിചാരം ഇവർക്കുള്ള ഏതാണ്ടോ പിടുങ്ങ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാ. അപ്പോൾ കുറേ നേരം ഇങ്ങനെ മുകളിലേക്ക് നോക്കിയിരുന്നു. ഇടയ്ക്കൊന്ന് ചാടി വരും. അപ്പം എൻ്റെ നിന്ന് 2 തട്ട് കിട്ടുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടും. ഇവരെന്തെനിക്കൊന്നും തരാത്തേ എന്നുള്ള ചിന്തയിലാണ് അവരിയ്ക്കണത്. അപ്പോൾ ഞാൻ വാങ്ങിയത് അരി 5 കിലോ, പഞ്ചസാര 5 കിലോ, ആട്ട 5 കിലോ, പുട്ടുപൊടി 5 കിലോ, പിന്നെ വറുത്ത അരിപ്പൊടി 5 കിലോ, അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങി. പിന്നെ 2 ഫ്രൈഡ് റൈസ് വാങ്ങി, ചിക്കൻ, വെജ്, പിന്നെ ഒരു പനീർ ബട്ടർ മസാല, പിന്നെ മോൾക്കൊരു മിഠായി. ആ മിഠായിയുടെ വില കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. 70 രൂപ ആ മിഠായിയുടെ വില. അത് മാത്രം എനിക്ക് നഷ്ടമായി. ഈ കണ്ട സാധനങ്ങൾ വാങ്ങിയിട്ട് എനിക്കൊരു നഷ്ടം വന്നിട്ടില്ല. പക്ഷെ ആ മിഠായിയുടെ വില മാത്രമാണ് എനിക്ക് സഹിക്കാൻ പറ്റാണ്ടായത്.
മിഠായിയും നഷ്ടമായി, പിന്നെ അവിടെ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ചതും എനിക്ക് ഇച്ചിരി നഷ്ടമായി, കൂടുതൽ പൈസ വാങ്ങിച്ചു. അവർക്ക് എന്തായാലും അറിയാം ഇന്നെല്ലാവരും ഇതേപോലെ കെട്ടും കിടക്കൊക്കെ ആയിട്ട് തന്നെയാണ് വരാമെന്നുള്ളത്. അപ്പോൾ ഓട്ടോറിക്ഷ വിളിച്ചേ പറ്റൂ, പറയണ കാശ് നമ്മൾ കൊടുക്കുന്നുള്ളതും. ഒരു കൈ സഹായമൊന്നുമില്ല കേട്ടോ, എല്ലാ സാധനങ്ങളും നമ്മൾ തന്നെ കയറ്റി വെച്ചു ഇറക്കി, അല്ലാണ്ട് നമ്മളൊന്നും സഹായിക്കുക ഒന്നുമില്ല. എന്തെങ്കിലും ആവട്ടെ. പിന്നെ തർക്കിക്കാനൊന്നും ഒന്നുമില്ല, അവർക്ക് വല്ലപ്പോഴും കിട്ടണമെന്നല്ല വെച്ച് അതും വിട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ ബായ്.